ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു അല്ലേ. എങ്ങനെയാണ് ബയോടെക്നോളജി വഴി നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും എങ്ങനെ ജീൻ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് ബയോടെക്നോളജി അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഈ ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് ഉപകാരപ്പെടുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്നിട്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ബയോടെക്നോളജി എന്ന് പറഞ്ഞത് ഒരു വാസ്റ്റ് ഏരിയയാണ്. അതിൻ്റെ അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ വാസ്റ്റാണ്. ഡിഫറെൻറ്റ് ഫീൽഡിൽ അതിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഹ്യൂമൻ ബീയിങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷനിൽ വരുന്ന മെയിൻ ഏരിയകൾ 8 എണ്ണമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ബയോഫാർമസ്യൂട്ടിക്കൽസ്. ലിവിങ് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിന് അല്ലേ, മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ദെൻ തെറാപ്യൂട്ടിക്സ്, ചികിത്സ. പല ചികിത്സകളും ബയോടെക്നോളജി വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ജീൻ തെറാപ്പി പോലെയുള്ള നമ്മൾ പറയും, അത് ഏരിയകൾ ഓരോന്നായിട്ട് നമ്മൾ പറയും. തെറാപ്യൂട്ടിക് ഫീൽഡ്സിൽ അപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ ഡയഗ്നോസ്റ്റിക്സ്, നമ്മൾ എന്തൊക്കെ രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കൊറോണയുടെ കേസ് തന്നെ നമ്മൾ RT-PCR പറഞ്ഞു അല്ലേ, അതൊരു ടെസ്റ്റാണത്. അത് ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് വഴി ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. RT-PCR ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ്. ഓക്കെ, ദെൻ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത GMOsകളെ ഓർഗാനിസത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ ക്രോപ്പുകൾ, വിളകൾ, അതുപോലെ ആനിമൽസും ഉണ്ട്. ഓക്കെ, ദെൻ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ഷനിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് ബയോടെക്നോളജിക്ക്. ഓക്കെ, ദെൻ ബയോറെമിഡിയേഷൻസ് ലിവിങ് ഓർഗാനിസത്തെ യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. ബയോറെമിഡിയേഷന് ഇപ്പോൾ എക്സാമ്പിൾ പെസ്റ്റ് റെസിസ്റ്റൻസ്. നമ്മൾ സാധാരണ നോർമൽ കേസിൽ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫഞ്ചിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യും അല്ലേ. അണുനശീകരിക്കാൻ വേണ്ടിയിട്ട് അണുനശീകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതെന്താണ്, ചില കെമിക്കൽസ് ആവാം, ടോക്സിക് ആയിട്ടുള്ള പല കെമിക്കൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോടെക്നോളജി വഴി ബയോറെമിഡിയേഷൻ കണ്ടെത്താൻ പറ്റും. അതായത് ലിവിങ് ഓർഗാനിസത്തെ ഉപയോഗിച്ചിട്ട് തന്നെ മറ്റൊരു കീടങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കെമിക്കൽസ് യൂസ് ചെയ്യാതെ. ദാറ്റ് ഈസ് കോൾഡ് ബയോറെമിഡിയേഷൻ. ദെൻ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിലും നല്ല റോളുണ്ട് എന്തിന്, ബയോടെക്നോളജിക്കൽ പ്രോസസ്സിന്. ഓക്കെ, ദെൻ എനർജി പ്രൊഡക്ഷന്. Okay, so these are the different areas under biotechnological application. First one biopharmaceuticals, then therapeutics, diagnostics, genetically modified crops, then processed food, then bioremediation, waste treatment and energy production. Okay, then ബയോടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഏരിയകൾ, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ഓഫ് ബയോടെക്നോളജി. First one, provide best catalyst in the form of an improved organism, usually a microbe or a pure enzyme. നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റും പ്രോട്ടീനായിട്ടാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻസ് ബോഡിയിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു കാറ്റലിസ്റ്റ് ആവശ്യമാണ്.
ഓക്കെ. അപ്പോൾ ആ കാറ്റലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം, യൂഷ്വലി എ മൈക്രോബ് ഓർ എ പ്യുവർ എൻസൈം. അപ്പോൾ ബയോടെക്നോളജി പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാറ്റലിസ്റ്റിനെ, ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാറ്റലിസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഒരു പക്ഷേ മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്തിട്ടാവാം, മൈക്രോ ഓർഗാനിസത്തെ യൂസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ പ്യുവർ എൻസൈം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടാവാം. ഓക്കെ. ദെൻ ഓരോ എൻസൈമും മാക്സിമം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു ഒപ്റ്റിമൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? ഓരോ എൻസൈംസിനും അതിൻ്റെ ഒപ്റ്റിമൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എൻസൈംസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ക്രിയേറ്റ് എൻ ഒപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ ദി ജനറ്റിക് എൻജിനീയറിംഗ് ഫോർ എ കാറ്റലിസ്റ്റ് ടു ആക്ട്. ഒരു കാറ്റലിസ്റ്റിന്, ഒരു എൻസൈംസിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ടെക്നോളജീസ് ടു പ്യൂരിഫൈ പ്രോട്ടീൻ ഓർ ഓർഗാനിക് കോമ്പൗണ്ട്. ഇങ്ങനെ നമ്മൾ എൻസൈമൊക്കെ പ്രൊവൈഡ് ചെയ്ത് കണ്ടെത്തി കൊടുത്തിട്ടുള്ള കിട്ടി ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഡൗൺ സ്ട്രീം പ്രോസസ്സ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ദിസ് പ്രോട്ടീനാണ്. ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ പ്രോട്ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. അപ്പോൾ ദീസ് ആർ ദി 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് അണ്ടർ ബയോടെക്നോളജി. ഓക്കെ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന മെയിൻ പോയിൻറ്റ്സുകളാണ് ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഏരിയയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ അഗ്രികൾച്ചറിൽ പറയുന്നുണ്ട്, പെസ്റ്റ് റെസിസ്റ്റൻസിൽ പറയുന്നുണ്ട്, ദെൻ ഇൻസെക്റ്റ് റെസിസ്റ്റൻസിൽ പറയും, ദെൻ മെഡിസിന്, ജീൻ തെറാപ്പി, മോളിക്കുലർ ഡയഗ്നോസിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയിലായിട്ടാണ് ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷന് അപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചറാണ്. ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചറിലെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ റെവല്യൂഷൻ വന്നതോടുകൂടിയാണ് നമുക്ക് ക്രോപ്സിൻ്റെ, എസ്പെഷ്യലി റൈസ് വെറൈറ്റീസിൻ്റെ റൈസിലും വീറ്റിലൊക്കെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഈൽഡ് കിട്ടിയത്. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസേജ് ആയിരുന്നു അതിന് കാരണം. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷനിൽ നമ്മൾ അഗ്രികൾച്ചറിൽ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചർ വഴി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ക്രോപ്സുകൾ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്രോപ്പിൻ്റെ ഒന്ന് ഈൽഡ് കൂടുതലുണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻറ്റ് അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ്, വൈറ്റമിൻസ് കണ്ടൻറ്റ് കൂടുതൽ, മിനറൽ കണ്ടൻറ്റ് കൂടുതൽ, അപ്പോൾ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നോർമൽ കേസിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതിൽ 3 മെത്തേഡിലാണ് നമ്മൾ പറയുന്നത്. നോർമൽ കേസിൽ ഫുഡ് പ്രൊഡക്ഷന് നമ്മുടെ കൺട്രിയിലൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് ബൈ 3 വേയ്സ് ആണ്. ഫസ്റ്റ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, സെക്കൻഡ് ഓർഗാനിക് അഗ്രികൾച്ചർ, തേർഡ് ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വണ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. എന്താ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള, അതൊക്കെ ഓരോ കെമിക്കലാണ്. അങ്ങനത്തെ കെമിക്കൽ രാസവളങ്ങൾ യൂസ് ചെയ്തിട്ട് നടത്തുന്ന അഗ്രികൾച്ചർ വഴി നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, അല്ലേ? പിന്നെ അതിൻ്റെ പോസിറ്റിവിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനെയാണ് ഗ്രീൻ റെവല്യൂഷനൊക്കെ ഉള്ളത്. ദെൻ ഓർഗാനിക് അഗ്രികൾച്ചർ. ഓർഗാനിക് അഗ്രികൾച്ചറിന് ജൈവ കൃഷിയാണ്, ഒട്ടും കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്യാതെ ജൈവവളങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് ഓർഗാനിക് അഗ്രികൾച്ചർ. ദെൻ തേർഡ് ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. ഇവിടെയാണ് നമ്മുടെ ബയോടെക്നോളജി അപ്ലൈ ചെയ്തത്, ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അപ്പോൾ 3 രീതിയിലാണ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്: അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, ഓർഗാനിക് അഗ്രികൾച്ചർ ആൻഡ് ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പിനെ നമുക്ക് എന്ത് പറയുക, ഏത് ഗ്രൂപ്പ് വിടും? അത് GMOസിൽ വിടും. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണത്, GMOs ആണത്. അത് ക്രോപ്പിൽ വരാം, ക്രോപ്പിൽ തന്നെ പ്ലാന്റ്സിൽ വരാം, ആനിമൽസിൽ വരാം, മൈക്രോ ഓർഗാനിസത്തിൽ വരാം. ഓക്കെ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് GMOs ആർ ദി പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ
ആൻഡ് ആനിമൽസ് ഹൂസ് ജീൻസ് ആർ അൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ. കണ്ടോ, അവരുടെ ജീൻ എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫിക്കേഷൻ വഴി നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ജീൻസിൽ മാറ്റം വന്നിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, GMOs, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഇപ്പോൾ പ്ലാന്റ് ആണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയും, ആനിമൽ ആണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് എന്ന് പറയും. അപ്പോൾ അവരെ കോമൺ ആയിട്ട് പറയല് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. GMOയുടെ എക്സ്പാൻഷനൊക്കെ ചോദിക്കാറുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് GMOs ആർ ദി പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ആനിമൽസ് ഹൂസ് ജീൻസ് ആർ അൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ. ദെൻ നെക്സ്റ്റ്, ഈ GMOസിൻ്റെ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് മേക്ക് ക്രോപ്പ് മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. ഇറ്റ് മേക്ക് ക്രോപ്പ് മോർ ടോളറൻസ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താ, അബയോട്ടിക് സ്ട്രെസ്സിന് റെസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അബയോട്ടിക് സ്ട്രെസ്, അബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, കോൾഡ്, ഡ്രോട്ട്, ഹീറ്റ്, സാൾട്ട് എക്സെട്ര. അപ്പോൾ നല്ല തണുപ്പിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന, ഡ്രോട്ട് പറഞ്ഞ വരൾച്ച, വെള്ളം കുറവാണെങ്കിലും അതിനെ റെസിസ്റ്റൻ്റ് ചെയ്തിട്ട് ഈൽഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ്. ദെൻ സാൾട്ട്, ഉപ്പ് രസത്തിൽ വളരാൻ പറ്റുന്ന, അതിനെ റെസിസ്റ്റൻ്റ് ചെയ്ത് അതിൽ ഗ്രോത്ത് നടത്തുന്നത്. ദെൻ ഹീറ്റ്, ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്പിനെ നമുക്ക് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ബയോടെക്നോളജിക്കൽ പ്രോസസ് വഴി ഡെവലപ്പ് ചെയ്യാം. സോ ഇറ്റ് മേക്സ് ക്രോപ്സ് മോർ ടോളറൻസ് ടു അബയോട്ടിക് സ്ട്രെസ്സ്. അതൊരു അപ്ലിക്കേഷനാണ് ക്രോപ്പിലുള്ള, മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. രണ്ടാമത്തേത്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ക്രോപ്പ് റെഡ്യൂസസ് ദി യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അതുപോലെ ബയോടെക്നോളജിക്കൽ പ്രോസസ് വഴി നമുക്ക് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പെസ്റ്റ് റെസിസ്റ്റൻ്റ് കീടങ്ങളെ ഓരോ ക്രോപ്പിലും നമുക്കറിയാം ഈൽഡ് കുറയ്ക്കും. പല കീടങ്ങളുടെയും ഇൻസെക്ട്സിൻ്റെയും ബീറ്റിൽസ്, വണ്ട് പോലെയുള്ള കീടങ്ങളുടെ ആക്രമം കാരണം എന്ത് ചെയ്യും, ഈൽഡ് കുറയും അല്ലേ. ആ ഈൽഡ് കുറയുന്നത് നമുക്ക് എങ്ങനെ, പെസ്റ്റിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ക്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ യൂസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ക്രോപ്സ് റെഡ്യൂസ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ദെൻ തേർഡ്, ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് സഹായിക്കും. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് അല്ലേ, ഹാർവസ്റ്റ് ലോസ്, ഹാർവസ്റ്റ് പറഞ്ഞാൽ വിളവെടുപ്പ്. ഇപ്പോൾ വിളവെടുപ്പിന് ശേഷം ഉള്ള നഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോടെക്നോളജി പ്രോസസ്സ് വഴി നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടൊമാറ്റോയുടെ കേസിൽ, തക്കാളിയുടെ കേസിൽ, പഴയ തക്കാളി നിങ്ങൾ വീട്ടിലൊന്ന് അന്വേഷിക്കുക, പഴയ തക്കാളി ഇങ്ങനെയായിരുന്നു. പഴയ തക്കാളി വേഗം ചീഞ്ഞു പോയിന്, തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ വോളായിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ വേഗം ചീഞ്ഞു പറഞ്ഞു, നമ്മൾ കളക്ട് ചെയ്ത് മാർക്കറ്റിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ നാശമായി പോകുന്നൊരു കണ്ടീഷന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ, ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് വഴി. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. ഫ്ലേവർ സേവർ ടൊമാറ്റോ ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ ആണ്. അത് ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ റൈപ്പനിങ് റേറ്റ് വളരെ കുറച്ചാണ്. അതിന് കാരണമായിട്ട് ജീൻസ് റെഡ്യൂസ് ചെയ്തിട്ട് റൈപ്പനിങ് എബിലിറ്റി കുറച്ചതാണ്. അതുകൊണ്ട് തന്നെ നന്നായി റൈപ്പ് ആവില്ല, അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റില്ല, വേഗം ചീഞ്ഞു പോവില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദി പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് എന്നുള്ള പോയിൻറ്റിന് എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. അപ്പം മാക്സിമം ലഭിച്ച മിനറൽസിനെ മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി. ഇറ്റ് എൻഹാൻസസ് ദി ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. ബയോടെക്നോളജിക്കൽ പ്രോസസ് ഹെൽപ്പ് ടു എൻഹാൻസ് ദി ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് എ ക്രോപ്പ് പ്ലാന്റ്. വൺ എക്സാമ്പിൾ, ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്ത റൈസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് കുറച്ച് ഭയങ്കര യെല്ലോ കളറായിരിക്കും, അതുകൊണ്ടാണ് ഗോൾഡൻ റൈസ് എന്ന് പേര് വന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസാണിത്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ ബെനിഫിറ്റ്സ് എന്താണ്? അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. കുട്ടികളിൽ കാണുന്ന നിശാന്തത എന്നുള്ള രോഗത്തിന് കാരണം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് വെറൈറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കാം അല്ലേ. ദെൻ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ആൾസോ യൂസ്ഡ് ഫോർ ദി ക്രിയേറ്റ് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് ടു സപ്ലൈ ദി ആൾട്ടർനേറ്റീവ് റിസോഴ്സസ് ലൈക്ക് സ്റ്റാർച്ച്, ഫ്യൂവൽസ്, ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ ലെവലായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെനറ്റിക്കലി മോഡിഫിക്കേഷൻ വഴി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ഒരു ക്രോപ്പിൻ്റെ അല്ലെങ്കിൽ ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റിലുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ്, ഇറ്റ് മേക്ക് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്. ദെൻ ഹെൽപ്പ് ടു reduce post harvest loss and resistant to chemical pesticides, and it increase the efficiency of mineral usage, enhance the nutritional value of food. Okay, then GM is used to create tailor-made plants to supply alternative resources to industries. ഇത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാമ്പിൾ ഫോർ പെസ്റ്റ് റെസിസ്റ്റൻസ് പ്ലാന്റ്സ്. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? പെസ്റ്റിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റും. പെസ്റ്റ് പറഞ്ഞാൽ അതിനെ ഒരു പ്ലാന്റിനെ ആക്രമിക്കുന്ന കീടങ്ങളെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. ആ പെസ്റ്റിന് റെസിസ്റ്റൻസ് കൊടുക്കുന്ന എന്താ പ്ലാന്റ്സിനെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് എന്ന് പറയും. ഇവർ ആക്ച്വലി നമ്മൾ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ആരും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസെക്ടിസൈഡ്സിനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ നമ്മൾ യൂസ് ചെയ്യേണ്ട, അല്ല കെമിക്കൽസ് യൂസ് ചെയ്യേണ്ട. ഈ പ്ലാന്റ് തന്നെ എന്താണ്? പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു പ്ലാന്റ് ബയോ പെസ്റ്റിസൈഡ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ലിവിങ് ഓർഗാനിസം തന്നെയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ബയോ പെസ്റ്റിസൈഡ്സ് എന്നറിയാം. ഈ ബയോളജിക്കൽ കൺട്രോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചില പെസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തിന്നുന്ന ചില ഓർഗാനിസത്തിന് നമ്മൾ ആ ഫീൽഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പെസ്റ്റ് കഴിച്ചോളും. അപ്പോൾ അവിടെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യേണ്ട, അവിടെ ഒരു ബയോളജിക്കൽ ഏജൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ബയോളജിക്കൽ കൺട്രോൾ നമ്മൾ അവിടെ പറയും. അതുപോലെ ഇവിടെ ആ പ്ലാന്റ് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബയോ പെസ്റ്റിസൈഡ് ആയിട്ടാണ് ആ പ്ലാന്റ്, ജെനറ്റിക്കലി മോഡിഫൈഡ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ആക്ട് ആസ് എ ബയോ പെസ്റ്റിസൈഡ്. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ BT കോട്ടൺ. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റിന് BT കോട്ടൺ ഉണ്ട്, BT കോൺ ഉണ്ട്, റൈസ് ഉണ്ട്, ടൊമാറ്റോ, പൊട്ടാറ്റോ, സോയാബീനിലൊക്കെ പെസ്റ്റ് റെസിസ്റ്റൻസ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് BT കോട്ടൺ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് BT കോട്ടൺ? BT കോട്ടൺ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും BT കോട്ടണ്. അപ്പോൾ ഈ BT കോട്ടൺ പ്ലാന്റ് നമുക്കറിയാം അല്ലേ? ഉന്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ കോട്ടൺ ഡ്രസ് മെറ്റീരിയൽസ്, ത്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് കോട്ടൺ പ്ലാന്റ്. ഈ കോട്ടൺ അറിയാം. അപ്പോൾ BT എന്താണ്? BT എന്ന് പറയുന്നത് ബാസില്ലസ് തുറിഞ്ചൈൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഷോർട്ടാണത്. B ഫോർ ബാസില്ലസ്, T ഫോർ തുറിഞ്ചൈൻസിസ്, അതിന് ജീനസ് നെയിം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ പേര് വന്നു കോട്ടൺ പ്ലാന്റിൽ നിന്ന് നമുക്ക് നോക്കാം. For some strains of Bacillus thuringiensis have a protein that kill insects like coleopterans, lepidopterans and dipterans. ഓക്കെ, അപ്പോൾ ബാസില്ലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്, പ്രോട്ടീൻ. ദാറ്റ് പ്രോട്ടീൻ ക്യാൻ കിൽ ഇൻസെക്ട്സ്. ചില ഇൻസെക്റ്റ് ലൈക്ക് കോളിയോപ്റ്റീറൻസ്, അതായത് ബീറ്റിൽ, വണ്ട് വർഗത്തിൽപ്പെട്ടതാണ് കോളിയോപ്റ്റീറൻസ്. അപ്പോൾ അതിനെ കില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ലെപ്പിഡോപ്റ്റീറൻസ്, അതായത് വേംസ്, ടുബാക്കോ ബഡ് വേംസ്, ആമി വേംസ് ഒക്കെ പറഞ്ഞാൽ വേംസിനെ, അതായത് പുഴുക്കളെ കില്ല് ചെയ്യുന്ന പുഴുക്കളുടെ ഗ്രൂപ്പിനെ നമ്മൾ ലെപ്പിഡോപ്റ്റീറൻസ് എന്ന് പറഞ്ഞത്.
അതുപോലെ ഡിപ്റ്റീറൻസ്, ഫ്ലൈസ്, മോസ്കിറ്റോസ്, കൊതുകുകളൊക്കെ ഉൾപ്പെടുന്നത്. ആ ഡിപ്റ്റീറൻസ്, അപ്പോൾ ഇവരെയൊക്കെ കില്ല് ചെയ്യാൻ പറ്റിയ ടോക്സിൻ ആരിലുണ്ട്? ബാസിലസ് തുറിഞ്ചൈൻസിസിലുണ്ട്. ദാറ്റ് പ്രോട്ടീൻ ദാറ്റ് കിൽ ഇൻസെക്ട്സ് ലൈക്ക് ലെപ്റ്റിഡോപ്റ്റീറംസ്, കോളിയോപ്റ്റീറൻസ് ആൻഡ് ഡിപ്റ്റീറൻസ്. ഓക്കെ, ദെൻ ബാസിലസ് തുറിഞ്ചൈൻസിസ് ഫോംസ് എ ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ്, BT ടോക്സിൻ. അപ്പം ബാക്ടീരിയയിൽ എന്തുണ്ട്? BT ടോക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ആ BT ടോക്സിൻ ക്രിസ്റ്റൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദെയർ എ പെർട്ടിക്കുലർ ഫേസ് ഓഫ് ദെയർ ഗ്രോത്ത്. ഈ ബാസിലസ് തുറിഞ്ചൻസിൻ്റെ ഗ്രോത്തിൽ ഒരു പ്രത്യേക ഫേസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കിൽ ദി ബാസിലസ് ആസ് ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഇനോക്റ്റീവ് പ്രോടോക്സിൻ. ഇത് ഒരിക്കലും ബാസിലസ് തുറിഞ്ചൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടോക്സിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഈ ബാക്ടീരിയനെ കിൽ ചെയ്യില്ല. കാരണം ബാക്ടീരിയയിൽ എന്ത് ഫോമിലാണ്? അത് പ്രോടോക്സിൻ ഫോമിലാണ്. അതൊരു ഇനാക്റ്റീവ് ഫോമാണ്, ആക്റ്റീവ് ഫോമല്ല. ആ ടോക്സിൻ്റെ ഇനാക്റ്റീവ് ഫോമാണത്. അതിൻ്റെ പേര് പ്രോടോക്സിൻ ആയിട്ടാണ് ബാസിലസ് തുറിഞ്ചൻസിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയനെ ഒരിക്കലും ഇത് കില്ല് ചെയ്യില്ല. പിന്നെ എപ്പോഴാണ് ഈ ഇനാക്റ്റീവായിട്ടുള്ള പ്രോടോക്സിൻ ആക്റ്റീവ് ആവുന്നത്? നമുക്ക് നോക്കാം അല്ലേ. സോ വെൻ എൻ ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ദി ഇനാക്റ്റീവ് ടോക്സിന്, എപ്പോഴെങ്കിലും ഒരു ഇൻസെക്റ്റിൻ്റെ ശരീരത്തിൽ എന്തെത്തുകയാണ്? ഈ ഇനാക്റ്റീവ് ടോക്സിൻ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എൻ ആക്റ്റീവ് ടോക്സിന്. ആ ഇൻസെക്റ്റിൻ്റെ അകത്ത് വെച്ചിട്ട് എന്തായിട്ട് മാറും? ഇത് ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? ഡ്യൂ ടു ദി ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ട് വിച്ച് സൊലുബിളൈസ് ദി ക്രിസ്റ്റൽസ്. ഇപ്പം നമ്മൾ പറഞ്ഞ ക്രിസ്റ്റൽ ഫോമിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിനായിട്ടാണ് എവിടെ കാണുന്നത്? ബാക്ടീരിയയിൽ കാണുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഇൻസെക്റ്റിൻ്റെ അകത്ത് ഈ പ്രോടോക്സിൻ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്റ്റൽ ഫോം എന്ത് ചെയ്യുന്നു? ഈ ആൽക്കലൈൻ pHൽ പ്രസൻസിൽ ആ ക്രിസ്റ്റൽ ഫോം സൊലുബിളൈസ് ചെയ്ത്, അതായത് സൊലുബിളായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ആക്റ്റീവ് ഫോമിലുള്ള ടോക്സിന് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെൻ എൻ ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ദി ഇനാക്റ്റീവ് ടോക്സിൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എൻ ആക്റ്റീവ് toxin due to the alkaline pH of the gut which solubilize the crystals. Then the toxin bind to the surface of the midgut epithelial cells. Then എന്ത് ചെയ്യുന്നു? അപ്പോൾ ആ ടോക്സിന് ആ ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ടിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും, ഒന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ക്രിയേറ്റ് പോസ്. എന്നിട്ട് ആ ടോക്സിന് ആ സെല്ലിൽ പോസ്, സ്മോൾ ഓപ്പണിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് കോസസ് ദി സെൽ സ്വെല്ലിങ്സ് ആൻഡ് ലൈസിസ് ആൻഡ് ഡെത്ത് ഓഫ് ദി ഇൻസെക്റ്റ്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് പിന്നെ നീര് വെച്ച് വീർക്കാൻ തുടങ്ങും. ഇറ്റ് കോസസ് ദി സെൽ സ്വെല്ലിങ്സ് ആൻഡ് ലൈസ്. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യും, പൊട്ടും. ലൈസ് ചെയ്യാൻ പൊട്ടും, സെല്ല് ബ്രേക്ക് ചെയ്യും. ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത് ഓഫ് ദാറ്റ് ഇൻസെക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് BT ടോക്സിന് ആരിൽ എഫക്റ്റ് ചെയ്യുന്നത്? ഇൻസെക്റ്റിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ BT ടോക്സിൻ ജീൻ. അപ്പോൾ BT ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിന് ബാസിലസ് തുറിഞ്ചൻസിസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജീൻ ഉണ്ടായിരിക്കും അല്ലേ. ദ BT ടോക്സിൻ ജീൻസ് വേർ ഐസൊലേറ്റഡ് ഫ്രം ദി ബാസിലസ് തുറിഞ്ചൻസിസ് ആൻഡ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ക്രോപ്പ് പ്ലാന്റ് സച്ച് ആസ് കോട്ടൺ പ്ലാന്റ്. അപ്പോൾ അങ്ങനെയുള്ള ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അത് കോട്ടൺ പ്ലാന്റിലോട്ട് ബയോടെക്നോളജിക്കൽ പ്രോസസ് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് BT കോട്ടൺ ആക്കി മാറ്റിയത്. ഓക്കെ, ഈ ജീൻ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത് ക്രൈജീനാണ്. എന്താണ് അതിൻ്റെ പേര്? ക്രൈജീനാണ്. ഓക്കെ, അപ്പോൾ ക്രൈജീനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കോട്ടൺ പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അത് BT കോട്ടൺ ആയിട്ട് മാറുന്നത്. മോസ്റ്റ് BT ടോക്സിൻസ് ആർ ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക്. അപ്പം ഓരോ BT ടോക്സിൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് ജീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ അത് ഓരോ ഇൻസെക്റ്റിനും സ്പെസിഫിക് ആയിട്ടാണ്. എല്ലാ ഇൻസെക്റ്റിനും സെയിം BT ടോക്സിൻ കൊണ്ട് നമുക്ക് കില്ല് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആണ്, ഓരോന്നും സ്പെസിഫിക് ആണ്. അപ്പോൾ ടോക്സിന് കോഡ് ചെയ്യുന്ന ജീൻ ഏതാണ്? ക്രൈജീനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 തരം ക്രൈജീൻസ് ആണുള്ളത്. Cry1AC, Cry1AB ആൻഡ് Cry2AB. ഏതൊക്കെയാ? Cry1AC, Cry1AB ആൻഡ്
Cry2AB. Okay, then proteins encoded by genes Cry1AC and Cry2AB. Cry1AC-യും Cry2AB-യും ആരെയാണ് കില്ല് ചെയ്യുന്നത്? കോട്ടൺ ബോൾ വേംസിനെയാണ് കില്ല് ചെയ്യുന്നത്. Cry1AC-യും Cry2AB-യും ദാറ്റ് കൺട്രോൾ ദി കോട്ടൺ ബോൾ വേംസ് ആൻഡ് Cry1AB കൺട്രോൾസ് ദി കോൺ ബോറർ. Cry1AB കൺട്രോൾസ് കോൺ ബോറർ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണേ.